എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്, ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നത് 1945 വേവൽ പ്ലാനാണ്. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നത് 1945 വേവൽ പ്ലാനാണ്. അതെന്താണ്? ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്, ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അതും ശരിയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24 ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1946 മാർച്ച് 24 അപ്പോൾ ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നത് 1945 വേവൽ പ്ലാനാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24 1946 ഡിസംബറിലാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഡിസംബർ 6 രൂപീകരിച്ചു. ആദ്യ സമ്മേളനം ഡിസംബർ 9 പിന്നെ അവസാന സമ്മേളനം ഡിസംബർ 30 എന്നുള്ളതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 14 അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 14 അത് തെറ്റാണ്. മെയ് 14 അല്ല, മെയ് 16 പ്രസിദ്ധപ്പെടുത്തുക എന്താണ്? പേപ്പറിലാണ്. അപ്പോൾ 1-6 അങ്ങനെ കണക്ട് ചെയ്താൽ മതി. പേപ്പറിലാണല്ലോ പ്രസിദ്ധപ്പെടുത്തുക എന്നിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മെയ് 16. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 16 1-6 പേപ്പറിൽ 6 അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മെയ് 14 അല്ല, മെയ് 16 വർഷം 1946 മാർച്ചിൽ വന്നു, മെയ്യിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. മാർച്ച് 24 വന്നു, മെയ് 16 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇതിൽ 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അതിലെ തെറ്റ് മെയ് 16 എന്നുള്ളത് 14 എന്നാണ് തന്നിട്ടുള്ളത്. അടുത്തതും ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക, കണ്ടെത്തുക. ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ MN റോയ് ആണ്. അതെന്താണ്? ശരിയാണ്. ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? MN റോയ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. അതും ശരിയാണ്. അപ്പോൾ MN റോയ് ആണ് ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി വേവൽ പ്രഭുവായിരുന്നു. അതും ശരിയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ അവിടുത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭുവായിരുന്നു. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. 3 അംഗങ്ങളുണ്ടായിരുന്ന ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ AV അലക്സാണ്ടർ ആയിരുന്നു. അതെന്താണ്? തെറ്റാണ്. 3 അംഗങ്ങളായിരുന്നു ക്യാബിനറ്റ് മിഷനിലുണ്ടായിരുന്നത്. അതിൻ്റെ ചെയർമാൻ AV അലക്സാണ്ടർ അല്ല, ആരായിരുന്നു? പെത്വിക് ലോറൻസ് ആയിരുന്നു. പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ. AV അലക്സാണ്ടറും
സ്റ്റാഫോർഡ് ക്രിപ്സും അതിലെ അംഗങ്ങളായിരുന്നു. അപ്പോൾ സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പെത്വിക് ലോറൻസ് എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? പെത്വിക് ലോറൻസ് ആയിരുന്നു. ആരായിരുന്നു? പെത്വിക് ലോറൻസ് ആണ്, AV അലക്സാണ്ടർ അല്ല. അപ്പോൾ ഇതിൽ പ്രസ്താവന 4 തെറ്റ്. എന്താണ് തെറ്റ്? ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ AV അലക്സാണ്ടർ എന്നാണ് തന്നത്, അത് തെറ്റാണ്. AV അലക്സാണ്ടർ അല്ല, പെത്വിക് ലോറൻസ് ആയിരുന്നു അതിൻ്റെ ചെയർമാൻ, അധ്യക്ഷൻ. അതിലെ അംഗങ്ങൾ AV അലക്സാണ്ടറും സ്റ്റാഫോർഡ് ക്രിപ്സും ആയിരുന്നു. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചതെന്നാണ് 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29 എന്ത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. 7 അംഗ കമ്മിറ്റിയായിരുന്നു എന്ത്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 14 ദിവസത്തിന് ശേഷം 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. 7 അംഗ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെയാണ് നിയമിച്ചത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അത് നമുക്കറിയാം, ശരിയാണ്. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണ്? അദ്ദേഹം ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ വേണ്ടി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായതുകൊണ്ടാണ്. അപ്പോൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ ആയിരുന്നു. അതിലെ ചെയർമാൻ, അതിലെ അംഗങ്ങൾ 7 ആൾ. അത് നിയമിച്ചതെന്നാണ് 1947 ഓഗസ്റ്റ് 29. സ്വാതന്ത്ര്യം കിട്ടി 14 ദിവസങ്ങൾക്ക് ശേഷമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. DP കെയ്ത്താന് പകരം TT കൃഷ്ണമാചാരി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായി. അപ്പോൾ നമ്മൾ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ 7 അംഗങ്ങളിൽ DP കെയ്ത്താൻ രാജിവെച്ചപ്പോൾ അതിന് പകരം വന്നതാരാണ്? TT കൃഷ്ണമാചാരിയാണ്. അത് ശരിയാണ്. അപ്പോൾ DP കെയ്ത്താനും അതുപോലെ വേറെ BL മിത്തലുമാണ് എന്ത്? രാജിവെച്ച് പോയത്. അവർക്ക് പകരം 2 ആളുകൾ അതിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ DP കെയ്ത്താന് പകരം TT കൃഷ്ണമാചാരി അംഗമായി. ആ പ്രസ്താവന ശരിയാണ്. BL മിത്തലിന് പകരമായി BN റാവു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായി. ആ പ്രസ്താവന തെറ്റാണ്. BL മിത്തലിന് പകരം ആരാണ്? BN റാവു അല്ല, N മാധവ റാവു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായത്. അപ്പോൾ BL മിത്തലിന് പകരം N മാധവ റാവുവും DP കെയ്ത്താന് പകരം TT കൃഷ്ണമാചാരിയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളായി നിയമിതരായി. BN റാവു ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവ്, നിയമ ഉപദേഷ്ടാവാണ് BN റാവു. അതുപോലെ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയതും ആരാണ്? BN റാവു ആണ്. അപ്പോൾ BL മിത്തലിന് പകരം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വന്നത് N മാധവ റാവു ആണ്, BN റാവു അല്ല. അപ്പോൾ ഇവിടെയും പ്രസ്താവന 4 തെറ്റ്. എന്താണ് തെറ്റ്? BL മിത്തലിന് പകരം N മാധവ റാവു ആണ് വന്നത്, അല്ലാതെ BN റാവു അല്ല. അപ്പോൾ അതാണ് ഇതിലെ തെറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ചെറിയൊരു അക്ഷരപ്പിഴകുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളെ തിരഞ്ഞെടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് എഴുതി വന്നപ്പോൾ എന്തായി? അതവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കായി. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളെ തിരഞ്ഞെടുക്കുക. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ചോദ്യം മനസ്സിലായല്ലോ. അപ്പോൾ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളെ തിരഞ്ഞെടുക്കാനാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന്. KM മുൻഷി, N ഗോപാലസ്വാമി അയ്യങ്കാർ, മുഹമ്മദ് സാദുള്ള, BR അംബേദ്കർ, ഡോക്ടർ സച്ചിദാനന്ദൻ സിൻഹ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അപ്പോൾ ഇതിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമല്ലാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ C ആണ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആരാണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതുപോലെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ അതും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായ 7 പേരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആളുകൾ ആരൊക്കെയാണ്? KM മുൻഷി, N ഗോപാലസ്വാമി അയ്യങ്കാർ, മുഹമ്മദ് സാദുള്ള, BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. പിന്നെ 2 പേര് രാജിവെച്ചു, 2 പേര് ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ DP കെയ്ത്താന് പകരം ആരാണ് വന്നത്? TT കൃഷ്ണമാചാരി വന്നു. അതുപോലെ BL മിത്തലിന് പകരം ആര് വന്നു? N മാധവ റാവു വന്നു. അങ്ങനെ മൊത്തം 7 അംഗങ്ങളായിരുന്നു 1947 ഓഗസ്റ്റ് 29 രൂപീകരിച്ച
ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് എന്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ. അടുത്തത് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടാണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയല്ല, നിർമ്മാണ സഭ. രണ്ടും രണ്ട് കമ്മിറ്റിയാണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നമുക്ക് പരീക്ഷൻ്റെ ആ ടെൻഷനിൽ ചിലപ്പോൾ നമുക്കിതൊക്കെ ഒരേ കമ്മിറ്റി ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. നമ്മൾ പറഞ്ഞു ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയതെന്നാണ് 1946 മാർച്ചിലാണ്. മാർച്ച് 24-നാണ്. മെയ് 16-ന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് എന്ത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ ദിവസം എന്ന് പറയുന്നത് 1946 ഡിസംബർ 6-ആണ്. അപ്പോൾ ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതെന്നാണ് 1946 ഡിസംബർ 6-നാണ് എന്ത് രൂപീകൃതമായത്. പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. അപ്പോൾ 1946 ഡിസംബർ 6-ന് രൂപീകൃതമായി, 9-ന് പ്രഥമ സമ്മേളനം നടന്നു. ആ രണ്ടും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23-നാണ്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23-നാണ്. ഇപ്പോൾ ഡേറ്റുകൾ ഓർത്തിരിക്കുക. നിർമ്മാണ സഭ രൂപീകരിച്ചത് വർഷമൊക്കെ 46-ആണ്. ഡിസംബർ 6-ന് രൂപീകരിച്ചു, ഡിസംബർ 9-ന് പ്രഥമ യോഗം, ഒന്നാം സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23-ന്. ഇനി ഇതിൽ കണക്ട് ചെയ്യേണ്ട ഒരു ഫാക്റ്റും കൂടി ഉണ്ട്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്നാണ്. അത് പ്രഥമ യോഗം കഴിഞ്ഞ് അവസാനിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഡിസംബർ 13-നാണ്. അപ്പോൾ പ്രഥമ യോഗം 9-നായിരുന്നു, അവസാനത്തെ ആദ്യ സമ്മേളനം അവസാനിച്ചത് 23-നായിരുന്നു. അപ്പോൾ ഈ അവസാന സമ്മേളനം 23-ന് ആണ് അവസാനിച്ചത്. അതിൻ്റെ 10 ദിവസം മുമ്പ് ഡിസംബർ 13-നാണ് എന്ത് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആദ്യത്തെ ഭരണഘടനാ സമ്മേളനം അവസാനിച്ചത് നമുക്കറിയാം ഡിസംബർ 23-നാണ്. അതിൻ്റെ 10 ദിവസം മുമ്പ് ഡിസംബർ 13-ന്. വർഷം എല്ലാം 1946-ആണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഈ ഒരു പ്രസ്താവന നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് ഇതിൽ തെറ്റായ പ്രസ്താവന. പ്രഥമ സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താണ് 1946 ഡിസംബർ 9-ന് ചേർന്ന സമ്മേളനമാണ്. അപ്പോൾ അന്നുണ്ട് അധ്യക്ഷൻ എന്താണ് താൽക്കാലികമായിട്ടുള്ളൊരു അധ്യക്ഷനാണ്. അതാരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീടാണ് എന്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അത് കൺഫ്യൂഷൻ വരുന്ന ഒരു ഫാക്റ്റാണ്. അപ്പോൾ മാറരുത്. അപ്പോൾ പ്രഥമ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ, പ്രഥമ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അത് താൽക്കാലിക അധ്യക്ഷനാണ്. അതാരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് എന്ത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിപ്പോൾ അറിയാം, പുതിയ ലോക്സഭ വരുമ്പോൾ ഒരു പ്രോടൈം സ്പീക്കർ ഉണ്ടാവും. ഈ പ്രോടൈം സ്പീക്കറാണ് എന്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് നിയന്ത്രിക്കുന്നത്. പിന്നീടാണ് എന്ത് സ്പീക്കർ ആ സ്ഥാനം ഏറ്റെടുക്കുക. അതേ ഒരു സിസ്റ്റം തന്നെയായിരുന്നു എന്ത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് നടന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ നിലവിലെ സ്പീക്കർ ഓം ബിർളയാണെന്നറിയാം. പക്ഷേ ഓം ബിർള ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രോടൈം സ്പീക്കറായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തിരുന്നു. ആ ഒരു വ്യത്യാസമാണ്. അതുപോലെ തന്നെയാണ് എന്ത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുണ്ടായത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറഞ്ഞാലും സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിരം അധ്യക്ഷനാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കൺഫ്യൂസിങ് ഫാക്റ്റാണ്, നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഡേറ്റ് 1946 ആണ് വർഷം. ഡിസംബർ 6-ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. 9-ന് ആദ്യ സമ്മേളനം ചേർന്നു. ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഡിസംബർ 23-ന് ആദ്യ സമ്മേളനം അവസാനിച്ചു. ഈ 1946-ലെ ഈ പ്രധാനപ്പെട്ട ഈ 4 ഡേറ്റുകളും നോട്ട് ചെയ്ത് വെക്കുക. കാരണം സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാലും
നമുക്ക് എന്ത് ചെയ്യാം, അത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് മലയാളികളായ 3 വനിതകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ആരാണെന്ന് കണ്ടെത്താനാണ്. ആനി മിസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, AV കുട്ടിമാളു അമ്മ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഇതിലാരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, AV കുട്ടിമാളു അമ്മയാണ്. ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. കുട്ടിമാളു അമ്മ എന്താണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഖാദി ബോർഡ് പ്രിലിംസിൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? അത് AV കുട്ടിമാളു അമ്മയായിരുന്നു. ആനി മിസ്ക്രീനും അക്കമ്മ ചെറിയാനും തിരുവിതാംകൂറിലാണ് ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതകൾ. അപ്പോൾ ആനി മിസ്ക്രീനും അമ്മു സ്വാമിനാഥനും ദാക്ഷാണി വേലായുധനും ഇവരായിരുന്നു എന്ത്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ. അപ്പോൾ ആനി മിസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷാണി വേലായുധൻ ഈ 3 വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ. ഇതിൽ ദാക്ഷാണി വേലായുധന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിതയാണ് ആര്? ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിതയാണ് ദാക്ഷായണി വേലായുധൻ. അത് പ്രത്യേകം നോട്ട് ചെയ്തിരിക്കുക, ഒരു അഡീഷണൽ ഫാക്റ്റാണ്. അപ്പോൾ ഇതിൽ AV കുട്ടിമാളു അമ്മയാണ് എന്ത്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. AV കുട്ടിമാളു അമ്മയുടെ പ്രത്യേകത എന്താണ്? മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനി. അതെന്താണ്? ശരിയാണ്. 1946 ഡിസംബർ 9 പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജിയാണ്. അതും ശരിയാണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയ്ക്ക് ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നു. അതാരാണ്? HC മുഖർജിയാണ്. നമ്മളധികം കേട്ടിട്ടില്ലാത്തൊരു ഫാക്റ്റാണ്, പക്ഷേ നമുക്ക് റാങ്കിങ് മേക്കിംഗ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ HC മുഖർജി ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നു BN റാവു. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പഠിച്ച ഫാക്റ്റാണ്. അപ്പോൾ BN റാവു ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നു BN റാവു. അതുപോലെ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അതും BN റാവു ആണ്. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ഇത് തെറ്റാണ്. ഇത് നമ്മളിപ്പോൾ മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞതാണ്. ആരാണ്? ദാക്ഷായണി വേലായുധനാണ്, അമ്മു സ്വാമിനാഥൻ അല്ല. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത എന്ന് പറയുന്നത് ആരാണ്? ദാക്ഷായണി വേലായുധനാണ്, അമ്മു സ്വാമിനാഥനല്ല. അപ്പോൾ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ഒക്കെ എന്താണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതാ സാന്നിധ്യമാണ്. അപ്പോൾ ഇതിൽ തെറ്റ് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത ആരാണ്? അമ്മു സ്വാമിനാഥനല്ല, ദാക്ഷായണി വേലായുധനാണ്. അപ്പോൾ നമ്മൾ മറ്റ് ഫാക്റ്റുകളൊന്നും കൂടി നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജിയാണ്. അതുപോലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപദേശകൻ BN റാവു ആണ്. അപ്പോൾ ഈ BN റാവു എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഖാദി ബോർഡ് പ്രിലിംസിൽ ചോദിച്ച ചോദ്യമായിരുന്നു. ഇനിപോലെ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത എന്ന് പറയുന്നത് ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. അടുത്ത് നോക്കാം. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത് എവിടെയാണ്? അമേരിക്കയിലാണ്. അപ്പോൾ ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത് എവിടെയാണ്? അമേരിക്കയിലാണ്. നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ 1789 എന്ത്? അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പോൾ ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത് അമേരിക്കയിലാണ്. 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത്. അങ്ങനെ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തോമസ് ജെഫേഴ്സൺ, ജെയിംസ് മാഡിസൺ, ജെയിംസ് ഫ്രാങ്ക്ലിൻ, തോമസ് പെയ്. ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജെയിംസ് മാഡിസൺ ആണ്. അപ്പോൾ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്?
ജെയിംസ് മാഡിസൺ ആണ്. 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത് എവിടെയാണ്? അമേരിക്കയിലാണ്. 1789 നിലവിൽ വന്നു. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 അതെന്താണ്? ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. 1947 ജൂലൈ 22 ഓഗസ്റ്റിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ജൂലൈ അതിൻ്റെ ഒരു മാസം മുമ്പ് ജൂലൈ 22 എന്ത്? ദേശീയ പതാകയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24 ശരിയാണ്. അതേപോലെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 26 ആ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി, അത് ശരിയാണ്. 26 28 ഇന്ത്യ റിപ്പബ്ലിക്കായി 2 ദിവസം കഴിഞ്ഞാണ് എന്ത്? സുപ്രീം കോടതി നിലവിൽ വരുന്നത്. അടുത്ത പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24 ആ പ്രസ്താവനയും ശരിയാണ്. 1950 ജനുവരി 24 എന്ത്? ദേശീയ ഗീതത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത്. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ്. എന്താണ് അതിലെ തെറ്റ് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി നിലവിൽ വന്നത് ജനുവരി 26 28 1950 വർഷം 1950 അപ്പോൾ നമുക്ക് നോക്കാം. ഫാക്റ്റുകളൊന്ന് ചെക്ക് ചെയ്യുക. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്നാണ്. സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷമാണ് 1947 ഓഗസ്റ്റിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ ജൂലൈ 22 1947 ജൂലൈ 22 എന്ത്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചതെന്നാണ് 1950 ജനുവരി 24 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിൻ്റെ 2 ദിവസം മുമ്പ് 1950 ജനുവരി 24 എന്ത്? ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്താണ്? ഇന്ത്യ റിപ്പബ്ലിക്കായി 2 ദിവസത്തിന് ശേഷം ജനുവരി 28 ഇന്ത്യ റിപ്പബ്ലിക്കായി 2 ദിവസത്തിന് ശേഷം 1950 ജനുവരി 28 ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയാണെന്ത് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ തെറ്റ് ജനുവരി 26 എന്നുള്ളതാണ്. സുപ്രീം കോടതി വന്നത് ജനുവരി 28 അതാണ് അതിലെ തെറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നൊരു ഭാഗമാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച് വിവിധ വ്യക്തികൾ നടത്തിയ പ്രസ്താവനകളുടെ ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച് ചില വ്യക്തികൾ ഓരോ കോട്ടിങ്സ് ഇട്ടിട്ടുണ്ട്, ഓരോ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജോഡിയാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് തെറ്റായത് കണ്ടെത്താനാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം KM മുൻഷി ശരിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. നോട്ട് ചെയ്യുക. ഇത് ഓരോന്നും പ്രീവിയസ് ക്വസ്റ്റ്യനായി വന്നതാണ്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. NA പൽക്കിവാല എന്ത് പറഞ്ഞു? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞു. ഭരണഘടനയുടെ താക്കോലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ താക്കോലാണ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. പിന്നെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് ആരാണ്? ഠാക്കൂർ ദാസ് ഭാർഗവാണ്. അപ്പോൾ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ്? ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ഇത് കൺഫ്യൂസിങ് ഫാക്റ്റാണ്. നെഹ്റുവും ഏകദേശം ഇതുപോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. അടുത്തത് ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് പറഞ്ഞത് സർദാർ പട്ടേൽ എന്നാണ് തന്നിരിക്കുന്നത്. അതാണ് തെറ്റ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അവസാനത്തെ ഓപ്ഷനാണ് ഇതിൽ തെറ്റ്. തെറ്റായ ജോഡി ഏതാണ്? അവസാനത്തേതാണ്. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഠാക്കൂർ ദാസ് ഭാർഗവും ജവഹർലാൽ നെഹ്റുവും പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും
ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞത് ആരാണ്? ഠാക്കൂർ ദാസ് ഭാർഗവാണ്. നെഹ്റു പറഞ്ഞത് എന്താണ്? ഭരണഘടനയുടെ സോള് എന്ന് പറഞ്ഞു, കീ, സോളും കീയും, ആത്മാവും താക്കോലും. ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്താണ്? ആത്മാവും താക്കോലുമാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ദുർമന്ത്രവാദിയാണെന്ന് കൂട്ടുക, അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ആത്മാവിനെ പിടിച്ചുങ്ങാണ്ട് ഒരു പെട്ടിയിൽ ലോക്ക് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? അദ്ദേഹം ഒരു മന്ത്രവാദം നടത്തിക്കൊണ്ട് എന്ത് ചെയ്തു? ഒരു ദുരാത്മാവിനെ പിടിച്ചുങ്ങാണ്ട് ഒരു പെട്ടിയിലിട്ട് പൂട്ടി ലോക്ക് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. നമുക്കറിയാം, മുൻഷി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? അദ്ദേഹത്തെ ഒരു പണിക്കരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ജാതകം നോക്കുന്ന ആളാണല്ലോ ഈ പണിക്കന്മാർ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷി. ഈ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാലയാണ്. NA പൽക്കിവാലാണ്. പൽക്കിവാല അദ്ദേഹം എന്താണ്? തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചറിയൽ കാർഡ് എന്താണ്? പൽക്കിവാല. NA എന്ന് എങ്ങനെ കണക്ട് ചെയ്യുക? NA എന്ന് കണക്ട് ചെയ്യുക. നമ്മളെ സ്വയം തിരിച്ചറിയുന്ന കാർഡാണല്ലോ തിരിച്ചറിയൽ കാർഡ്. അപ്പോൾ NA എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മളെ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാല. ഇനി ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ്. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് ഠാക്കൂർ ദാസ് ഭാർഗവാണ്. അതുപോലെ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ഇപ്പോൾ ഏണസ്റ്റ് ബാർക്കർ ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞു. നമുക്ക് ബാർക്ക് ചെയ്യണത് ആരാണ്? ഡോഗാണല്ലോ ബാർക്ക് ചെയ്യുക. അപ്പോൾ ഡോഗ് ബാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡോഗിനെ പിടിച്ച് കൂട്ടിലിട്ട് ലോക്ക് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നായ്ക്കൾ കുരക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാർക്ക് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുരക്കാണ് എന്നർത്ഥം. അപ്പോൾ നായ്ക്കൾ കുരച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം അതിനെ കൂട്ടിലിട്ട് ലോക്ക് ചെയ്യും. അപ്പോൾ ഭരണഘടനയുടെ താക്കോൽ ഏണസ്റ്റ് ബാർക്കർ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞത് ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ എന്താണ് ഇതിൽ തെറ്റ്? അവസാനത്തെ ജോഡിയാണ്. അവസാനത്ത് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ തന്നത് സർദാർ പട്ടേൽ എന്നാണ്. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി അവസാനത്തേതാണ്. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 1976 ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 1976 ഭരണഘടനാ ഭേദഗതി ഏതാണ്? 40-ാം ഭേദഗതി, 42-ാം ഭേദഗതി, 44-ാം ഭേദഗതി, 48-ാം ഭേദഗതി. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 42-ാം ഭേദഗതി. അപ്പോൾ 4+2 6, അപ്പോൾ 76. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ പിന്നെ അത് നമ്മൾ മറക്കില്ല. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ ഭേദഗതി എന്താണ്? 76 42-ാം ഭേദഗതിയാണ്. പിന്നെ അതുപോലെ മൗലിക കടമകളും അവകാശങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതിയാണ് 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ നടത്തിയ ഭരണഘടനാ ഭേദഗതി. അതുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു. നമ്മുടെ ഐക്യം, രാജ്യത്തിൻ്റെ ഐക്യവും എന്നുള്ളിടത്ത് എന്ത് ചെയ്തു? രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി. അതുപോലെ മതേതരത്വം, സോഷ്യലിസം എന്നുള്ള 2 വാക്കുകൾ കൂട്ടിച്ചേർത്തതും ഏതാണ്? ഈ 76 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ആമുഖത്തിൽ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. സോഷ്യലിസം, അതിന് നമ്മൾ സ്ഥിതി സമത്വം എന്ന് പറയും. അതുപോലെ മതേതരത്വം, സെക്യുലറിസം. അതുപോലെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, അഖണ്ഡത എന്നുള്ള വാക്കും കൂട്ടിച്ചേർത്തത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്. അത് ഈ ഒരു 76 ഭേദഗതിയാണ്. അതുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിളിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. 42-ാം ഭേദഗതി, 4+2 6 76. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി.
ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച 1973 പ്രശസ്തമായ കേസ് ഏതാണ്? ആമുഖത്തെ സംബന്ധിച്ച് 2 കേസുകളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി കേസ് 1973 സുപ്രീം കോടതി കേസ് ഏതാണ്? ബെർബറി കേസ്, സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് സെൻട്രൽ കേസ്, കേശവാനന്ദ ഭാരതി കേസ് ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, കേശവാനന്ദ ഭാരതി കേസാണ്. 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ബെർബറി കേസിൽ എന്താണ്? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. കേശവാനന്ദ ഭാരതി കേസിൽ 1973 എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ബെർബറി വേറെ എന്ന് കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ബെർബറി കേസിൽ എന്ത് പ്രഖ്യാപിച്ചു? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ചു. 73 കേശവാനന്ദ ഭാരതി കേസിൽ എന്ത് ചെയ്തു? ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ 2 കേസുകൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേസുകളാണ്, പ്രധാനപ്പെട്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഭാരതീയ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ് 1973. വേറെയാണെന്ന് പ്രഖ്യാപിച്ചത് ബെർബറി കേസ്. അപ്പോൾ അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാർ അഥവാ അധ്യക്ഷന്മാരും തമ്മിലുള്ള ജോഡികളിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികളും ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. മൗലികാവകാശവും ന്യൂനപക്ഷവും സർദാർ പട്ടേൽ. അതെന്താണ്? ശരിയാണ്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതിൻ്റെ കാരണം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശങ്ങളും ന്യൂനപക്ഷവും എന്നുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ മൗലികാവകാശവും ന്യൂനപക്ഷവും സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി. അതും ശരിയാണ്. JB കൃപലാനിയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? JB കൃപലാനിയാണ്. ആ JB കൃപലാനിയാണ് എന്ത്? മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. അത് തെറ്റാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായ 2 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും അതുപോലെ മറ്റൊരു കമ്മിറ്റി ഉണ്ട്. അത് നമുക്ക് അടുത്ത ചോദ്യത്തിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്, രാജേന്ദ്ര പ്രസാദ് അല്ല. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. അതെന്താണ്? ശരിയാണ്. മൈനോറിറ്റി സബ് കമ്മിറ്റി എന്ന ആരാണ്? അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? HC മുഖർജിയാണ്. HC മുഖർജിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനാണ് ആര്? HC മുഖർജി. അദ്ദേഹം തന്നെയായിരുന്നു എന്ത്? മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ അധ്യക്ഷനും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്കറിയാം, അത് പഠിക്കേണ്ട ആവശ്യമില്ല. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു എന്ത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോൾ മൗലികാവകാശവും ന്യൂനപക്ഷവും ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ് അല്ല, ജവഹർലാൽ നെഹ്റു ആണ്. മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേദ്കർ. രാജേന്ദ്ര പ്രസാദ് എന്താണ്? 2 കമ്മിറ്റികളുടെ അധ്യക്ഷനായിരുന്നു. ഒന്ന് റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും ഒന്ന് വേറൊരു കമ്മിറ്റി ഉണ്ട്, നമുക്ക് അടുത്ത ചോദ്യത്തിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാർ അഥവാ അധ്യക്ഷന്മാരും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാം. നേരത്തെയുള്ള അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. നേരത്തെ ഇതിലെ തെറ്റ് ഇതായിരുന്നു. അപ്പോൾ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ BN റാവു. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്താണ്? രാജേന്ദ്ര പ്രസാദ്. അത് ശരിയാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ ആരാണ്? BN റാവു. അത് തെറ്റാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരാണ് രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. നമുക്കറിയാം രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു എന്ത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു അധ്യക്ഷൻ്റെ കടമയാണ് എന്ത്? സ്റ്റിയർ ചെയ്യുക. അതായത് നിർമ്മാണ സഭയെ സ്റ്റിയർ ചെയ്ത് കൊണ്ടുപോവുക, ഓടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് എന്താണ്? അധ്യക്ഷൻ്റെ കടമയാണ്. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം.
അതുപോലെ റൂൾ ഓഫ് പ്രൊസീജിയർ, നിയമങ്ങൾ, അതായത് നിയമനിർമ്മാണ സഭയെ ഭരണഘടനാ നിർമ്മാണ സഭയെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്താണ്, നിയമങ്ങളാണ്. അപ്പോൾ റൂൾ ഓഫ് പ്രൊസീജിയറും ആരാണ്, രാജേന്ദ്ര പ്രസാദാണ്. രണ്ടും എന്താണ്, അദ്ദേഹമായിരുന്നല്ലോ സ്ഥിരം അധ്യക്ഷൻ. ആ അധ്യക്ഷവുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും അധ്യക്ഷൻ ആരായിരുന്നു, രാജേന്ദ്ര പ്രസാദാണ്. ഓർഡർ ഓഫ് ബിസിനസ് കെ എം മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു, കെ എം മുൻഷിയാണ്. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി ആരാണ്, പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് ആരാണ്, കെ എം മുൻഷിയാണ്. കെ എം മുൻഷിയെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു. ഈ ആമുഖത്തെ എന്താണ് വിശേഷിപ്പിച്ചത്, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്, കെ എം മുൻഷിയാണ്. അദ്ദേഹം തന്നെയായിരുന്നു എന്ത്, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും. ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്, പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്, പട്ടാഭി സീതാരാമയ്യാണ് ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം നോക്കാം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ആശയങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കടമെടുത്ത ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ബോറോവുഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കടം കൊണ്ട ഭരണഘടന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് നോക്കാം. അതിന് അനുബന്ധിച്ചുള്ള ഓരോ ചോദ്യമാണ് അടുത്തത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് ചില ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, നിയമവാഴ്ച, ഫെഡറൽ കോടതി. ഇതിലേതാണ് ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, നിയമവാഴ്ച. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി. ഫെഡറൽ കോടതി, ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഈ 3 ആശയങ്ങളും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളാണ്. നിയമവാഴ്ച ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തത്? നിയമവാഴ്ച നമ്മൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നാണ് എന്ത്, നിയമവാഴ്ച നമ്മൾ കടമെടുത്തത്. അതിനി പഠിക്കാൻ പോവുകയാണ്. ഈ അടുത്ത ചോദ്യങ്ങളിൽ എന്താണ്, നമുക്കതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് കടമെടുത്തത് എന്തൊക്കെയാണ്? ഗവർണർ പദവി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ 3 ആശയങ്ങളും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ? അപ്പോൾ നമ്മൾ ബ്രിട്ടന്, അതുപോലെ അമേരിക്ക, ഫ്രാൻസ്, അയർലൻഡ്, ഓസ്ട്രേലിയ, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടന കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? പാർലമെൻ്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, തെരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CAG, സ്പീക്കർ, മൗലികാവകാശങ്ങൾ, ആമുഖം. അപ്പോൾ നേരത്തെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു എന്താണ്, നിയമവാഴ്ച നമ്മൾ അമേരിക്കയിൽ നിന്നാണെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. നിയമവാഴ്ച നമ്മൾ കടമെടുത്തത് എവിടെയാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൗലികാവകാശങ്ങളും ആമുഖവും. ഇത് രണ്ടും നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പത്രികയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത്. അപ്പോൾ മൗലികാവകാശങ്ങളും ആമുഖവും നമ്മൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ആമുഖം അമേരിക്ക എന്ന് നമുക്ക് ആന്ന് വെച്ച് കണക്ട് ചെയ്യാം. കൂട്ടത്തിൽ മൗലികാവകാശങ്ങളും അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്, അതും കണക്ട് ചെയ്ത് വെക്കുക. ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടമെടുത്തത് എന്താണ്? പാർലമെൻ്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, അതുപോലെ റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, ഒരു അപ്പർ ഹൗസ് ലോവർ ഹൗസ് ആ സംവിധാനം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, അതുപോലെ തെരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, സ്പീക്കർ, CAG, ഇത്രയും ആശയങ്ങൾ നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. മൗലികാവകാശങ്ങളും ആമുഖവും നമ്മൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അടുത്ത് നോക്കാം, ഇന്ത്യൻ ഭരണഘടന അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്?
മൗലിക അവകാശങ്ങൾ, ആമുഖം, ലിഖിത ഭരണഘടന, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് അമേരിക്കയിൽ നിന്ന് എടുത്തതാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ്, മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി, വൈസ് പ്രസിഡൻറ്റ്, സുപ്രീം കോടതി. ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി. അപ്പോൾ മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി എന്നീ ആശയം ഇന്ത്യ കടമെടുത്തത് എവിടുന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. നിലവിൽ റഷ്യൻ പഴയ USSR അഥവാ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്ത് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതി എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണ്? മൗലികാവകാശങ്ങൾ, ആമുഖം, ലിഖിത ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സുപ്രീം കോടതി. ഇത്രയും ആശയങ്ങൾ നമ്മൾ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. എന്നാൽ മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും നമ്മൾ USSR അഥവാ റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. അപ്പോൾ USSR നിന്ന് കടമെടുത്തതാണെന്ത്? മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും. മൗലിക അവകാശമാണെങ്കിൽ അമേരിക്കയാണ്, മൗലിക കടമ റഷ്യയാണ്. നമുക്ക് റഷ്യയോട് കടമയുണ്ട്, അമേരിക്കയോട് അവകാശമുണ്ട്. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. റഷ്യയോട് കടമ. അപ്പോൾ മൗലിക കടമകൾ റഷ്യയാണ്, പഞ്ചവത്സര പദ്ധതികളും. മൗലിക അവകാശങ്ങളും ആമുഖവും, അത് രണ്ടും ആന്ന് വരുന്നുണ്ടല്ലോ, അത് അമേരിക്കയാണെന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കടമയിൽ കാന്നാണല്ലോ വരുന്നത്, അവകാശത്തിൽ ആന്ന് വരും. അപ്പോൾ മൗലികാവകാശം അമേരിക്ക, മൗലിക കടമ റഷ്യ. അത് രണ്ടും മാറിപ്പോകരുത്. അപ്പോൾ ആന്നും കാന്നും അതങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും റഷ്യയിൽ നിന്നാണ്. ബാക്കിയുള്ള എല്ലാ ആശയവും നമ്മൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന അയർലൻഡിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പം നമ്മൾ അയർലൻഡിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഭരണഘടനാ ഭേദഗതി, മാർഗനിർദ്ദേശ തത്വങ്ങൾ, പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്. നമ്മൾ അയർലൻഡിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി നമ്മൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. മാർഗനിർദ്ദേശ തത്വങ്ങളും പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പും, അതുപോലെ പ്രസിഡൻറ്റ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്, ആ ഒരു ഇതും നമ്മൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ, പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്, ഇത് മൂന്നും നമ്മൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് എന്ത് ഉൾപ്പെടാത്തത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത്. അടുത്തത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന കാനഡയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. നമ്മൾ കാനഡയിൽ നിന്ന് ചില ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഫെഡറൽ സംവിധാനം, കൺകറൻറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ. അപ്പോൾ ഇതിൽ കാനഡയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൺകറൻറ്റ് ലിസ്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റാണ്. ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, ഇവ നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. എന്നാൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറൻറ്റ് ലിസ്റ്റും സംയുക്ത പാർലമെൻറ്റ് സമ്മേളനം, ഈ രണ്ട് ആശയങ്ങൾ നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ രണ്ട് ആശയങ്ങളാണ് കടമെടുത്തത്. സംയുക്തം, അതായത് രണ്ട് കൂടി, അതായത് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരമുള്ള ലിസ്റ്റാണ് എന്ത്? കൺകറൻറ്റ് ലിസ്റ്റ്. അതുപോലെ സംയുക്ത സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അങ്ങനെ ഈ സംയുക്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളും നമ്മൾ ആശയങ്ങളും കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ സംയുക്ത സമ്മേളനം, പാർലമെൻറ്റ് സമ്മേളനം എന്ന ആശയം, അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയവും നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. എന്നാൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ ഈ മൂന്ന് ലിസ്റ്റുകളും പെടാത്ത അവശിഷ്ടാധികാരം, അതുപോലെ ഫെഡറൽ സംവിധാനം, ഈ മൂന്ന് ആശയങ്ങളും നമ്മൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ അയർലൻഡ് അല്ല, കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ് നമ്മളെന്ത്? അവശിഷ്ടാധികാരം, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അതുപോലെ ഫെഡറൽ സംവിധാനം, ഈ ആശയങ്ങളൊക്കെ നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. കൺകറൻറ്റ് ലിസ്റ്റും സംയുക്ത സമ്മേളനവും നമ്മൾ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അടുത്തത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. അടിയന്തരാവസ്ഥ ജർമ്മനി, മൗലിക കടമകൾ പഞ്ചവത്സര പദ്ധതി റഷ്യ,
കൺകറൻറ്റ് ലിസ്റ്റ് കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക, റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്. അപ്പോൾ ഇതിലെ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഉത്തരം ഓപ്ഷൻ സി ആണ്, കൺകറൻറ്റ് ലിസ്റ്റ് കാനഡ. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ്, കഴിഞ്ഞ ചോദ്യത്തിലും കൂടി ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റും സംയുക്ത സമ്മേളനവും നമ്മൾ എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തത്. അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മൾ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. മൗലിക കടമകൾ പഞ്ചവത്സര പദ്ധതികൾ നേരത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തതാണ്, റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. കൺകറൻറ്റ് ലിസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. സംയുക്ത സമ്മേളനവും ഓസ്ട്രേലിയയിൽ നിന്നാണ്. കാനഡയിൽ നിന്ന് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അതുപോലെ അവശിഷ്ടാധികാരം, ഫെഡറൽ സംവിധാനം. ഭരണഘടനാ ഭേദഗതി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇനി ഫ്രാൻസിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയമാണ് സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതെന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വാക്കുകളായിരുന്നു. അതുപോലെ റിപ്പബ്ലിക് എന്ന ആശയം, റിപ്പബ്ലിക് എന്ന ആശയം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 4 ആശയങ്ങളും നമ്മൾ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ ജർമ്മനി, മൗലിക കടമ പഞ്ചവത്സര പദ്ധതി റഷ്യ, കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക, റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്. ഇങ്ങനെയാണ് നമ്മൾ കടമെടുത്ത ആശയം. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി സി ആണ്, കൺകറൻറ്റ് ലിസ്റ്റ് കാനഡ എന്നുള്ളതാണ് തെറ്റായ ജോഡി. ശരിയായ ജോഡി നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു, ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്, ഹൗസ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇതിലെ തെറ്റായ ജോഡി കണ്ടെത്താനാണ്. ഏതാണ് ഇതിലെ തെറ്റായ ജോഡി? ഇതിലെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഹൗസ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് എന്നുള്ള ജോഡിയാണ് തെറ്റ്. ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അല്ലെങ്കിൽ ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് അല്ല, പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു എന്ത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോൾ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാണ്? BN റാവു ആണ്. ശരിയാണ്, ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്, അതും ശരിയാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പോൾ ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് അല്ല, പിന്നെ ആരാണ്? ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യയാണ്. ഇനി നന്ദലാൽ ബോസിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങൾ ഏതാണ്? ഗ്രാമീണ ചണ്ടക്കാരൻ ആരാണ്? നന്ദലാൽ ബോസിൻ്റെ പ്രശസ്തമായ ചിത്രമാണ്. അതുപോലെ എന്താണ്? സതി. അതിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പോസ്റ്ററായി തിരഞ്ഞെടുത്ത നന്ദലാൽ ബോസിൻ്റെ ചിത്രം ഏതാണ്? ഗ്രാമീണ ചണ്ടക്കാരനാണ്. ഗ്രാമീണ ജീവിതം എന്നുള്ള ചിത്രം ആരുടേതാണ്? അമൃത ഷേർഗിലിൻ്റെയാണ്. അപ്പോൾ ഇതിലെ തെറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഹൗസ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് എന്നുള്ളതാണ് തെറ്റ്. ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു, ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ചിത്രകാരനായ നന്ദലാൽ ബോസ്, ഭരണഘടനയുടെ ആമുഖം ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യപ്രമേയം. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. 42-ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അതെന്താണ്? ശരിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. അതും എന്താണ്? ശരിയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ മതേതരത്വം, സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വം, ഇൻ്റഗ്രിറ്റി അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A എന്ത്? മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 51A എന്നിവയെ എന്ത് ചെയ്തു? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭാഗം 4A ആർട്ടിക്കിൾ 51A എന്ത്? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് കൂട്ടിച്ചേർത്തത് എന്താണ്?
42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 76-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന 14A കൂട്ടിച്ചേർത്തു. അതും എന്താണ്, ശരിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന 14A കൂട്ടിച്ചേർത്തു. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാകുന്ന സമയത്താണ് 42-ാം ഭരണഘടനാ ഭേദഗതി നടത്തിയത്. ആ പ്രസ്താവന തെറ്റാണ്. 42-ാം ഭരണഘടനാ ഭേദഗതി നടക്കുമ്പോൾ 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. എന്നാൽ 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതി നടക്കുമ്പോൾ മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. ജനത സർക്കാരായിരുന്നു നയിച്ചിരുന്നത്. ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി 5-ൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തി. അതും ശരിയാണ്. ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തി. എന്നാൽ മൊറാർജി ദേശായി നേരെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് വീണ്ടും 5 വർഷമാക്കി ചുരുക്കുകയും ചെയ്തു. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ 5 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതിയും 76-ലെ 42-ാം ഭേദഗതിയാണ്. ആ വിഷയങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. വനം, വിദ്യാഭ്യാസം, പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണം, അളവ് തൂക്കം. ഈ 5 വിഷയങ്ങൾ എന്ത് ചെയ്തു, സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങളായിരുന്നു. അതെന്ത് ചെയ്തു, കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ ഇതിലെ തെറ്റ് മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്, 42-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ഇത്രയും മാറ്റങ്ങൾ ഭേദഗതിയിൽ വന്നതുകൊണ്ടാണ് ഇതൊരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടാനുള്ള ഒരു കാരണം. പിന്നെ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1978-ലാണ് 44-ാം ഭരണഘടനാ ഭേദഗതി നടന്നത്. അപ്പോൾ 4+8 1978 അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയ ഭേദഗതി എന്ന് പറയുന്നത് 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റി പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അപ്പോൾ ആഭ്യന്തര കലഹം എന്നത് മാറ്റി സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തതും 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352-ൽ കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥ ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 44-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത്. അത് തെറ്റാണ്. കാരണം ജനതാ ഗവൺമെൻറ് ആയിരുന്നു. 44-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ്റാണ് 1978-ൽ. 1978-80 ജനതാ ഗവൺമെൻറ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. 78-ലെ ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ജനതാ ഗവൺമെൻറ്റാണ്. മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശം അല്ലാതാക്കി മാറ്റി. ആഭ്യന്തര കലഹം എന്നതിന് പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് 20, 21 ആർട്ടിക്കിൾ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. കൂട്ടത്തിൽ എന്ത് ചെയ്തു, ഇന്ദിരാഗാന്ധി സംസ്ഥാന നിയമസഭകളുടെയും അതുപോലെ പാർലമെൻറ്റിൻ്റെയും കാലാവധി 6 വർഷമാക്കിയിരുന്നു. അത് വീണ്ടും 5 വർഷമാക്കി കുറക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ചെയ്ത കാര്യങ്ങൾ. ഇതിലെ തെറ്റ് അവസാനത്തെ പ്രസ്താവനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, ജനതാ ഗവൺമെൻറ് ആയിരുന്നു ഈ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത്. പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. 52-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ 52-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ 1985-ലാണ് 52-ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത്. രാജീവ് ഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നു 1985-ൽ പാസാക്കിയ ഭേദഗതി. ശരിയാണ്. 1985-ൽ പാസാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ്
52-ാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം എന്നും അറിയപ്പെടുന്നു. 10ാം പട്ടിക, അത് 10 എന്നില്ല, 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 10ാം പട്ടിക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂറുമാറ്റ നിരോധന നിയമമാണ് 10ാം പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവയുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ എന്താണ്? ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3 ശരി എന്നാണ് വരിക. അപ്പോൾ 52-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 1985-ലെ 52-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പ്രസ്താവനകൾ? കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നു. 10ാം പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 10ാം പട്ടിക എന്താണ്? കൂറുമാറ്റ നിരോധന നിയമമാണ്. ആൻറ്റി ഡിഫമേഷൻ ലോ ആണ്. അതുപോലെ പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവയുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതും എന്താണ്? 52-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ചില സൂചനകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏത് ഭരണഘടനാ ഭേദഗതിയാണെന്ന് തിരിച്ചറിയാൻ. പഞ്ചായത്തി രാജ് നിയമം അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് ആക്ട് എന്നറിയപ്പെടുന്നു. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകി. 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ ഭരണഘടനയുടെ ഭാഗം ആക്കി. ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. അപ്പോൾ ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയുള്ള ഭരണഘടനയുടെ ഭാഗം എന്ത് ചെയ്തു? ഭാഗം 9 കൂട്ടിച്ചേർത്തു. 71ാം ഭേദഗതി, 72ാം ഭേദഗതി, 73ാം ഭേദഗതി, 74ാം ഭേദഗതി. ഉത്തരം ഓപ്ഷൻ സി ആണ്. 73ാം ഭേദഗതിയാണ് എന്ത്? പഞ്ചായത്തി രാജ്. 74ാം ഭേദഗതി എന്ന് പറയുന്നത് ഏതാണ്? മുനിസിപ്പാലിറ്റി നഗരപാലിക നിയമമാണ്. അപ്പോൾ 73, 74 ഭേദഗതികൾ വന്ന വർഷം എന്ന് പറയുന്നത് 1992 അപ്പോൾ 1992 എന്ത്? പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകി. 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 11ാം പട്ടിക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തി രാജ് നിയമമാണ്. 12ാം പട്ടിക എന്ന് പറഞ്ഞാൽ നഗരപാലിക മുനിസിപ്പാലിറ്റി നിയമമാണ്. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതിയാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് 1992-ലെ 74ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1992-ലെ 74ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1992-ൽ തന്നെയാണ് എന്ത്? 73ാം ഭേദഗതിയും 74ാം ഭേദഗതിയും ഉണ്ടായ വർഷം എന്ന് പറയുന്നത് 1992 നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഭാഗം 9A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243P മുതൽ 243Z വരെ ZG വരെ 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ എന്താണ്? ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ 1992-ലെ 74ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എന്താണ്? ഈ 3 പ്രസ്താവനകളും ശരിയാണ്. എന്തൊക്കെയാണ്? നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് എന്നൊക്കെ അറിയപ്പെടും. അതുപോലെ ഭാഗം 9A എന്ത് ചെയ്തു? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെയാണ് എന്ത്? കൂട്ടിച്ചേർത്തത്. അതുപോലെ 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 12ാം പട്ടിക എന്താണ്? മുനിസിപ്പാലിറ്റി നിയമമാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അല്ലെങ്കിൽ നഗരപാലിക നിയമമാണ് 12ാം പട്ടിക. 11ാം പട്ടികയാണെങ്കിൽ പഞ്ചായത്തി രാജാണ്. പഞ്ചായത്തി രാജ് നിയമം അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് ആക്റ്റാണ് 11ാം പട്ടിക. അപ്പോൾ മൊത്തം ഭരണഘടനയിൽ നിലവിൽ 12 പട്ടികകളാണുള്ളത്. അതിൽ അവസാന പട്ടികയായ 12ാം പട്ടികയിൽ പറയുന്നത് എന്താണ്? മുനിസിപ്പാലിറ്റി ആക്ട് അല്ലെങ്കിൽ നഗരപാലിക നിയമമാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പഞ്ചായത്തി രാജ് നിയമം 73ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് നിയമം ഏതാണ്? 73ാം ഭേദഗതിയാണ്. നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. ഭേദഗതി അവതരിപ്പിച്ചത് 92-ലാണ്. നിലവിൽ വന്നത് 93 ഏപ്രിൽ 24-നാണ്. മുനിസിപ്പാലിറ്റി നിയമം ഏതാണ്? 74ാം ഭേദഗതിയാണ്. നിലവിൽ വന്നത് 93 ജൂൺ 1-നാണ്. അപ്പോൾ ഏപ്രിലും ജൂണിനും രണ്ടും അവതരിപ്പിച്ചത് 92-ലാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിലാണ്. ഏപ്രിൽ 24-നാണ്. നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1993 മെയ് 1-നാണ്. ജൂൺ 1-നാണ്.
കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് 1994 ജൂൺ 23-നാണ്. അതിനും ഒരു വർഷത്തിന് ശേഷമാണ് എന്ത് കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത്. 1993 ജൂൺ 23-നാണ് കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത്. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1994 മെയ് 30-നാണ്. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1994 മെയ് 30-നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഈ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് 1994 ജൂൺ 23 എന്നതാണ് തെറ്റ്. ജൂണിലല്ല, ഏപ്രിൽ 23-നാണ് കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത്. അപ്പോൾ പഞ്ചായത്തി രാജ് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? 73-ാം ഭേദഗതിയാണ്. അത് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. കൃത്യം ഒരു വർഷത്തിന് ശേഷം 1994 ഏപ്രിൽ 23-നാണ് എന്ത് കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത്. ജൂണിലല്ല. മുനിസിപ്പാലിറ്റി നിയമം എന്ന് പറഞ്ഞാൽ 74-ാം ഭേദഗതിയാണ്. അത് നിലവിൽ വന്നത് 1993 ജൂൺ 1-നാണ്. അപ്പോൾ കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നതാണെങ്കിലോ 1994 മെയ് 30-നാണ്. അപ്പോൾ കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-നും മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 94 മെയ് 30-നുമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേരള പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ നിലവിൽ വന്നത്. അതുപോലെ പഞ്ചായത്തി രാജ് നിയമവും മുനിസിപ്പാലിറ്റി നിയമവും ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചത് 92-ആണ്. 73, 74 ഭരണഘടനാ ഭേദഗതികളാണ് യഥാക്രമം വരുന്നത്. 1993 ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് യഥാക്രമം പഞ്ചായത്തി രാജ് നിയമവും മുനിസിപ്പാലിറ്റി നിയമവും വന്നത്. ഇതിൽ തെറ്റ് ഓപ്ഷൻ സി ആണ്. അപ്പോൾ കേരള പഞ്ചായത്തി രാജ് നിയമം 1994 വർഷം ശരിയാണ്. ജൂണല്ല, ഏപ്രിൽ 23-ആണ്. അടുത്ത ഏത് ഭരണഘടനാ ഭേദഗതിയാണെന്ന് തിരിച്ചറിയാനാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി 2002 പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി ആർട്ടിക്കിൾ 21 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തി. ആർട്ടിക്കിൾ 51A ഭേദഗതി വരുത്തി. 11-ാമതായി കൊണ്ട് ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 51A ഭേദഗതി വരുത്തിക്കൊണ്ട് 11-ാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. 84-ാം ഭേദഗതി, 88-ാം ഭേദഗതി, 86-ാം ഭേദഗതി, 82-ാം ഭേദഗതി. ഉത്തരം ഏതാണ്? 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇപ്പോൾ 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള ഭേദഗതി അവതരിപ്പിച്ചത് 2002-ലാണ്. എന്നാൽ ഇത് പാസ്സായത് എന്നാണ്? 2009-ലാണ്. അപ്പോൾ 2002 ഭേദഗതി അവതരിപ്പിച്ചെങ്കിലും പാസ്സായത് എന്നാണ്? 2009-ലാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയും 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതേപോലെ ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തി. അതേപോലെ ആർട്ടിക്കിൾ 51 ഭേദഗതി വരുത്തിക്കൊണ്ട് 11-ാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ആ മൗലിക കടമ എന്താണ്? ഈ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു മൗലിക കടമ അഡീഷണലായിട്ട് 11-ാമതായിട്ട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതൊക്കെ ഈ ഭരണഘടന 86-ാം ഭരണഘടന ഭേദഗതിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ്. നമുക്ക് സിലബസിൽ തന്ന ഒരു ഭേദഗതി കൂടിയാണ് 86-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അടുത്തത് 2003 91-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങളിലും കേന്ദ്രങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം എന്ത് ചെയ്തു? അധോസഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം 12 കുറയാൻ പാടില്ല എന്ന് ഭേദഗതി ചെയ്തു. ബോഡോ, ദോഗ്രി, മൈഥിലി, സാന്താളി എന്നീ 4 ഗോത്രഭാഷകളെ 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. കൂറുമാറ്റ നിരോധനം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPയെയോ MLAയെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. അപ്പോൾ 2003 91-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബോഡോ, ദോഗ്രി, മൈഥിലി, സാന്താളി എന്നീ 4 ഭാഷകളെ 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതെന്താണ്? അത് 92-ാം ഭേദഗതിയാണ്. 2003 തന്നെ 92-ാം ഭേദഗതിയാണ് എന്ത്? ബോഡോ, ദോഗ്രി, മൈഥിലി, സാന്താളി എന്നീ 4 ഭാഷകളെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത്.
അപ്പോൾ ഇതിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ശരിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് തെറ്റ്. അത് തെറ്റാനുള്ള കാരണം എന്താണ്? അത് 92ാം ഭേദഗതിയാണ്. ഭേദഗതി 2003 തന്നെയാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലാണ് നിലവിൽ 22 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. അപ്പോൾ ഈ ഒരു 4 ഭാഷകളെ കൂടി 2003 ആ 8ാം ഷെഡ്യൂളിലേക്ക് ഉൾപ്പെടുത്തിയത്. അത് 92ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇപ്പോൾ 2003 91ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭ, അതായത് ഉപരിസഭയും അധോസഭയും ഉണ്ടല്ലോ, അപ്പോൾ അതിൽ അധോസഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. അതേപോലെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം 12ൽ കുറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ കൂറുമാറ്റ നിരോധനം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MBAയോ MLAയോ ആ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്നും അതിൽ ഭേദഗതി ചെയ്തു. അടുത്തത് ഈ വീഡിയോയിലെ അവസാന ചോദ്യമാണ്. GST അഥവാ ചരക്കു സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 101ാം ഭരണഘടനാ ഭേദഗതിയാണ്. 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത്? ചരക്കു സേവന നികുതി നിലവിൽ വന്നത്. GST നിലവിൽ വന്നത് 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. GST നിലവിൽ വന്നത് 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. GST നമുക്കൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ GST ഏത് ഭരണഘടനാ ഭേദഗതിയാണെന്ന് ചോദിച്ചാൽ 101ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതുപോലെ 106ാം ഭരണഘടനാ ഭേദഗതിയാണ് നാരി ശക്തി വന്ദൻ. 106ാം ഭരണഘടനാ ഭേദഗതിയാണ് നാരി ശക്തി ബന്ധൻ എന്നുള്ള പുതിയ വനിതാ ശാക്തീകരണ ബില്ല്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും 30 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. ഏകദേശം ഭരണഘടനയുടെ നമ്മളെ മൗലിക അവകാശങ്ങൾ ഡീറ്റെയിൽഡായി പോയിട്ടില്ല. ബാക്കി ഒരുവിധം എല്ലാതും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു.